അമ്മ മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി. എൻ്റെ പേര് അമല സജി. ഞാൻ കാസർഗോഡ് ജില്ലയിലെ പടിമരുത് ഇടവകയിൽ നിന്നാണ് വരുന്നത്. ഞാൻ ഇവിടെ 2023 ഉടമ്പടി എടുക്കുന്നത്, ഒരു ഡിസംബർ മാസം. ഞാൻ കുഞ്ഞിലെ തന്നെ അമ്മയുടെ വയറ്റിലുണ്ടായിരുന്നപ്പോൾ തന്നെ അമ്മയ്ക്ക് 5 മാസത്തോളം ബ്ലീഡിങ് ഒക്കെ ആയിരുന്നു. അപ്പോൾ അമ്മയുടെ അടുത്ത് പറഞ്ഞു, ഒന്നെങ്കിൽ ബർത്ത് ഡിഫക്റ്റ് ഉള്ള ഇല്ലെങ്കിൽ മരിച്ച ഒരു കൊച്ചിനെ ആയിരിക്കും കിട്ടുന്നേ എന്നും പറഞ്ഞ്. പക്ഷെ അമ്മ പറഞ്ഞു കൊച്ചിനെ കളയാൻ സമ്മതിക്കത്തില്ലെന്നും പറഞ്ഞ് അമ്മ എല്ലാ ദിവസവും ഇരുന്ന് ജപമാല ചൊല്ലി. ഞാൻ ഉണ്ടായി, എനിക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ എനിക്ക് മെനിഞ്ചൈറ്റിസ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ കുറേ നാൾ ഹോസ്പിറ്റലിൽ കിടക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ എനിക്കിപ്പോൾ 23 വയസ്സായി. എൻ്റെ അറിവിൽ 21 വർഷവും ഞാൻ ഹോസ്പിറ്റൽ ലൈഫായിരുന്നു. എല്ലാ വർഷവും എന്നെ കൊണ്ട് ഇവർ ഹോസ്പിറ്റലിൽ പോകും, ഓരോരോ അസുഖങ്ങളൊക്കെ ആയിട്ട്. അങ്ങനെ 2019 എൻ്റെ പപ്പ ഇവിടെ വന്നിട്ട് ഉടമ്പടി എടുത്തു. അന്നേരം ഞാൻ നേഴ്സിങ്ങിന് ഫസ്റ്റ് ഇയർ ആയിരുന്നു. 2019 ഞാൻ നേഴ്സിങ്ങിന് ചേർന്നു. ആ സമയത്ത് ഫസ്റ്റ് ഒരു 3 മാസമൊന്നും എനിക്ക് പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല, വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാണ്ട് പോയി. അത് കഴിഞ്ഞപ്പോഴത്തേനും 2020 കയറി കുറച്ചങ്ങ് ആയപ്പോഴത്തേനും എൻ്റെ അസുഖങ്ങൾ പിന്നെയും കൂടാൻ തുടങ്ങി. എൻ്റെ കൈയൊക്കെ മരച്ച് എനിക്കൊന്നും എഴുതാനും പറ്റത്തില്ല. നേഴ്സിംഗ് സ്റ്റുഡൻസിന് അറിയായിരിക്കും, ഒരുപാട് എഴുതാനുണ്ട്. പക്ഷേ എനിക്കൊന്നും എഴുതാൻ പറ്റുന്നില്ല, പഠിക്കാൻ പറ്റുന്നില്ല, ഒന്നിലും കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല. ഞാനിരുന്ന് പ്രാർത്ഥിച്ചു. എൻ്റെ അമ്മയും വന്നിട്ട് അത് കഴിഞ്ഞപാടെ വന്ന് ഉടമ്പടി എടുത്തു, പ്രാർത്ഥിച്ചു. എനിക്ക് വേണ്ടി ഇവർ വീട്ടിൽ നിന്ന് ഒരുപാട് കണ്ണീരൊഴുകി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. എന്നാലും എനിക്ക് കുറയുന്നൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ എൻ്റെ എക്സാമൊക്കെ എടുക്കാനായപ്പോഴത്തേനും എനിക്ക് കുറേ ലീവൊക്കെ വന്നു. അന്നേരം കോളേജിൽ നിന്ന് അവർ എൻ്റെ അടുത്ത് പറഞ്ഞു, മോൾ എക്സാം എഴുതണ്ട, നിനക്ക് എക്സാം എഴുതാൻ പറ്റത്തില്ല, കാരണം ഒരുപാട് ലീവുണ്ട്. പക്ഷേ എൻ്റെ പപ്പായും അമ്മയും പിന്നെയും ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കി എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ അവർ എനിക്ക് എക്സാം തന്നു. ആ വർഷം ഞാൻ ഫസ്റ്റ് ക്ലാസ്സോടെ പാസ്സായി. സെക്കൻഡ് ഇയറിൽ ഈ മരപ്പൊക്കെ കുറഞ്ഞു. പക്ഷേ എനിക്ക് ഫൈബ്രോമയാൾജിയ എന്നും പറഞ്ഞൊരു അസുഖം വന്നു. അതെന്ന് പറഞ്ഞൊരു ജനറ്റിക് അസുഖമാണ്. പക്ഷെ എൻ്റെ കുടുംബത്തിൽ ആർക്കും അങ്ങനെയൊന്നും ഇല്ല. അതെന്ന് പറഞ്ഞാൽ നമ്മുടെ ദേഹത്ത് മുള്ളും കൊണ്ട് ആരോ കുത്തുന്ന പോലെ ഒരു അസുഖമാണ്. നമ്മുടെ ദേഹത്ത് ആരെങ്കിലും തൊടുപോലും ചെയ്താലും നമുക്ക് ഭയങ്കരമായിട്ട് വേദന എടുക്കും. അങ്ങനെ ഞാൻ അതും കൊണ്ട് കുറേ നാൾ നടന്നു. അതിൻ്റെ കൂടെ തന്നെ കാൽസ്യം ഡെഫിഷ്യൻസി, വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി, പിന്നെ ശ്വാസമുട്ട്, ലങ്സിന് പ്രോബ്ലം, ഇങ്ങനെ കുറേ അസുഖങ്ങളും പിന്നെ വന്നു. എന്നിട്ട് എൻ്റെ പപ്പായും അമ്മയും ഇവിടെ വന്ന് മാതാവിൻ്റെ അടുത്ത് ഉറച്ചു നിന്ന് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അവർ കണ്ണീരൊഴുക്കി തന്നെ പ്രാർത്ഥിച്ചു, രാവും പകലും ഇല്ലാണ്ട് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, എങ്ങനെയെങ്കിലും ഒന്ന് നേഴ്സിംഗ് പാസ്സാക്കാൻ വേണ്ടി. ആ വർഷം പപ്പയും അമ്മയും എന്നെ ഇവിടെ 2022 എന്നെ ഇവിടെ കൊണ്ടുവന്നു. ഞാൻ 2 വട്ടം ഇവിടെ വന്നു, ഉടമ്പടി എടുത്തില്ല. പക്ഷേ 2022 ഞാൻ ലാസ്റ്റ് ആയിരുന്ന സമയത്ത് ഇവിടെ ഈ ഫ്രണ്ടിലെ മാതാവിൻ്റെ അടുത്ത് വന്ന് ഞാൻ പറഞ്ഞു, മാതാവ് എൻ്റെ അസുഖമൊന്നും കുറയ്ക്കേണ്ട, പക്ഷേ അസുഖം ഞാൻ സഹിച്ചോളാം, എനിക്ക് പ്രശ്നമില്ല. പക്ഷെ എൻ്റെ വീട്ടുകാർക്ക് അതുകൊണ്ടൊരു ഉപദ്രവം ഉണ്ടാവരുത്. പിന്നെ എൻ്റെ കോളേജുകാരെപ്പോഴും പറയുന്നത് അസുഖമാണെങ്കിലും കുഴപ്പമില്ല, മാർക്ക് വേണമെന്നാണ്. അപ്പം അവരുടെ മുന്നിൽ എനിക്ക് മാർക്ക് വേണം. എനിക്ക് ഒരിക്കലും പോസിബിൾ അല്ലാത്തൊരു 562 മാർക്ക് ഞാൻ മാതാവിൻ്റെ അടുത്ത് ചോദിച്ചു. അന്ന് പിന്നെ മാർക്ക് വന്നു. റിസൾട്ട് പബ്ലിഷ് ആയപ്പം ഞാൻ ഡിസ്റ്റിങ്ഷൻ ആണോ എന്നൊന്നും അല്ല നോക്കിയത്, ഞാൻ അമ്മയുടെ അടുത്ത് ചോദിച്ച മാർക്ക് എനിക്ക് കിട്ടിയിട്ടുണ്ടോയെന്നാണ്. 562 ചോദിച്ച എനിക്ക് മാതാവ് 575 മാർക്കാണ് തന്നത്. അന്നാണ് ഈ മാതാവിൽ ഞാൻ വിശ്വസിച്ചത്. പിന്നെ 2023 ഞാൻ ഇവിടെ വന്നു, ഉടമ്പടി എടുത്തു. അതിനു മുന്നേ എനിക്കിങ്ങനെ കുറേ അസുഖങ്ങളൊക്കെ വന്നു. എനിക്ക് ഹൈപ്പോടെൻഷൻ, അതിൻ്റെ കൂടെ ഈ നേരത്തെ ഉണ്ടായിരുന്ന അസുഖങ്ങൾ, അതൊന്നും കുറയുന്നുണ്ടായിരുന്നില്ല, കുറഞ്ഞും കൂടിയും വന്നുകൊണ്ടിരിക്കുമായിരുന്നു. ഞാൻ പിന്നെ ഹോസ്പിറ്റലിൽ പോകുന്നു, അഡ്മിറ്റ് ആകുന്നു, എനിക്ക് കുറേ ലീവ്സ് വരുന്നു. സൈക്കാട്രി പോസ്റ്റിങ്ങിൻ്റെ സമയത്ത് മിസ് എൻ്റെ അടുത്ത് പറഞ്ഞു, നീ ഇങ്ങോട്ട് വരണ്ട, നീ വീട്ടിൽ തന്നെ ഇരുന്നോ, നിനക്ക് പഠിക്കാൻ പറ്റത്തില്ല, നിനക്ക് ഈ കോഴ്സ് കംപ്ലീറ്റ് ആക്കാൻ പറ്റത്തില്ല, നീ ചുമ്മാതാ വരുന്നതെന്ന് പറഞ്ഞു. അപ്പോഴും ഞാൻ പപ്പയുടെ അമ്മയുടെ അടുത്ത് വിളിച്ച് കരഞ്ഞു. പപ്പ എൻ്റെ അടുത്ത് ഇങ്ങനെ പറയുന്നത്, ഞാൻ എന്നാ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. അന്നേരം ഇവർ എൻ്റെ അടുത്ത് പറഞ്ഞു, ധൈര്യമായിട്ട് പൊക്കോ, നിനക്ക് കുഴപ്പമൊന്നും ഉണ്ടാവില്ലെന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ സൈക്കാട്രി പോസ്റ്റിങ്ങിന് പോകുന്നതിന് മുന്നേ മാതാവിൻ്റെ ഉടമ്പടി തൈലം എടുത്ത് പൂശിയിട്ട് മാതാവിൻ്റെ അടുത്ത് പറഞ്ഞു, മാതാവേ, ഈ 15 ദിവസത്തേക്ക് എനിക്ക് ഒരു അസുഖം വരുത്തില്ലേ, അത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ എനിക്ക് അസുഖം വന്നോട്ടെ, എനിക്ക് കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ 15 ദിവസം എനിക്ക് ഒരു പ്രശ്നവും ഇല്ലായിരുന്നു. എനിക്ക് യാതൊരു പ്രശ്നവും ഇല്ലാണ്ട്, ഒരു ഹെൽത്ത് ഇഷ്യൂസ് ഇല്ലാണ്ട് സൈക്കാട്രി പോസ്റ്റിങ്ങിന് പോയിട്ട് ഞാൻ തിരിച്ചു വന്നു. ആ എക്സാമിൻ്റെ സമയത്തും സെയിം MHൻ്റെ എക്സാമിൻ്റെ സമയത്തും 2 ദിവസം ഞങ്ങൾക്ക് സ്റ്റഡി ലീവ് ഉണ്ടായിരുന്നു.
ആ സമയത്ത് എനിക്കൊന്നും പഠിക്കാൻ പറ്റുന്നില്ല. ഞാൻ തല ഇറങ്ങി വീണുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ കണ്ണ് ഫുൾ ഇരുട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. എന്നാലും ഞാൻ അതിൻ്റെ ഇടയ്ക്കൊക്കെ ബുക്ക് നോക്കി പഠിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ടായിരുന്നു. ഞാൻ എന്നിട്ട് പിറ്റേ ദിവസം എൻ്റെ എക്സാമാണ്. അന്ന് ഞാൻ ഒരു വാട്ടർ ബോട്ടിൽ എടുത്ത് അതിൻ്റെ അകത്ത് നിറച്ച് ഉടമ്പടിയിൽ എനിക്ക് തന്ന ഉപ്പുണ്ടായിരുന്നു. ആ ഉപ്പ് മൊത്തം കുറേയൊക്കെ ഇട്ടിട്ട് ഞാൻ ആ വെള്ളം കുപ്പിയും കൊണ്ട് പോയി. പിന്നെ ഇടയ്ക്കിടയ്ക്ക് തോക്കുന്നതുകൊണ്ട് അങ്ങനെ കുറേ എംബോസിഷൻ കിട്ടുമായിരുന്നു. ആ എംബോസിഷൻ എഴുതിയ കുറേ സാധനങ്ങളായിരുന്നു എനിക്ക് വന്നത് എക്സാമിന്. അങ്ങനെ ഞാൻ എക്സാം എഴുതാൻ തുടങ്ങി. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഈ വെള്ളം മാത്രം കുടിക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ 30 മിനിറ്റ്സ് മുമ്പ് എക്സാമൊക്കെ കംപ്ലീറ്റ് ആയി. എൻ്റെ കയ്യിൽ ഉടമ്പടി കാശുരൂപം ഉണ്ടായിരുന്നു. കാശുരൂപം വെച്ച് ഞാൻ എല്ലാ പേപ്പറിലും വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അതിൻ്റെയും എക്സാമിൻ്റെ റിസൾട്ടിൻ്റെ സമയത്ത് എനിക്ക് വയ്യാണ്ട് ഞാൻ വീട്ടിലായിരുന്നു. അന്നേരവും എനിക്ക് ഡിസ്റ്റിങ്ഷനോടെ ഞാൻ പാസ്സായി. 4th ഇയർ ആയിരുന്നപ്പോഴും എനിക്കിതുപോലെ ലോവർ റെസ്പിറേറ്ററി ട്രാക്ക് ഇൻഫെക്ഷൻ ആയിരുന്നു. അങ്ങനെ 1 മാസത്തോളം ഞാൻ മുള്ളർ ഹോസ്പിറ്റൽ ഫാദർ മുള്ളേഴ്സിൽ അഡ്മിറ്റായി കിടക്കുമായിരുന്നു. അന്നേരം മിസ്മാർ എൻ്റെ അടുത്ത് പറഞ്ഞു, 3 വർഷം ഞങ്ങൾ സഹിച്ചു ക്ഷമിച്ചു, ഈ 4ാം വർഷം പറ്റത്തില്ല, ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നീ ഹെൽത്ത് ഫസ്റ്റ് നോക്ക്, നിനക്ക് കുറേ അസുഖങ്ങളുണ്ട്, അത് ഫസ്റ്റ് കുറയ്ക്കാൻ നോക്കാൻ പറഞ്ഞു. എന്നാലും എൻ്റെ പപ്പായും അമ്മയും പിന്നെയും എനിക്ക് വേണ്ടി രാപകലില്ലാതെ കരഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. എപ്പോഴും അവർക്ക് കരച്ചിലേ ഉണ്ടായിരുന്നുള്ളൂ ഞാൻ കാരണം. അപ്പോഴും ഞാൻ മാതാവിൻ്റെ അടുത്ത് പറഞ്ഞു, മാതാവേ ഞാൻ എന്ത് വേണമെങ്കിലും, അസുഖങ്ങൾ എന്ത് വേണമെങ്കിലും ഞാൻ സഹിച്ചോളാം, എനിക്ക് പ്രശ്നമില്ല, പക്ഷേ അത് കാരണം വേറൊരാൾക്കത് ബുദ്ധിമുട്ടാവരുതെന്നുണ്ടായിരുന്നു. അങ്ങനെ കരഞ്ഞ് പ്രാർത്ഥിച്ചു. പക്ഷേ എൻ്റെ അസുഖങ്ങളൊന്നും കുറയുന്നുണ്ടായിരുന്നില്ല. ഞാൻ ഉടമ്പടി തൈലം എടുത്ത് പൂശി ഉപ്പ് കഴിക്കുന്നുണ്ടായിരുന്നു. എന്നാലും എനിക്ക് അസുഖങ്ങൾ എനിക്ക് വലിയ ഫീൽ ആവുന്നില്ലെങ്കിലും ബാക്കിയുള്ളവർക്കത് ഭയങ്കര ബുദ്ധിമുട്ടാകുന്ന പോലെ എനിക്ക് തോന്നി. അങ്ങനെ 4th ഇയറിൻ്റെ എക്സാമിൻ്റെ സമയത്ത് എൻ്റെ അടുത്ത് പറഞ്ഞു, എക്സാമിന് സമ്മതിക്കത്തില്ല, നീ തിരിച്ചു പൊക്കോളാൻ പറഞ്ഞു. ഞാൻ വീട്ടിൽ പോയി. എൻ്റെ പപ്പായും അമ്മയും പിന്നെയും ഉടമ്പടി വന്ന് പുതുക്കി പ്രാർത്ഥിച്ചു. അങ്ങനെ ഞാൻ തിരിച്ച് പിന്നെയും കോളേജിൽ പോയി, എന്തെങ്കിലും ഒരു വഴിയുണ്ടോ എന്ന് അറിയാൻ വേണ്ടി എക്സാം എഴുതിക്കാൻ. അന്നേരം അവരെൻ്റെ അടുത്ത് പറഞ്ഞു, നിന്നെ എക്സാം എഴുതിക്കത്തില്ല എന്ന് പറഞ്ഞു. അന്നേരം ഞാൻ പിന്നെയും കാശുരൂപം പിടിച്ച് മുറുക്കി ആ കോളേജിൻ്റെ മുന്നിലിരുന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ചു, മാതാവേ എന്തെങ്കിലും എനിക്ക് 4th ഇയറും കൂടെ പാസ്സായാൽ മതിയല്ലോ, ഞാൻ 3rd ഇയർ വരെ പാസ്സായല്ലോ എന്ന് പറഞ്ഞു. അന്നേരത്തേനും അവിടുത്തെ പ്രിൻസിപ്പാൾ എന്നെ വിളിച്ച് പറഞ്ഞു, 10,000 രൂപ അടയ്ക്കുവാണെങ്കിൽ, സ്പോട്ടിൽ അടയ്ക്കുവാണെങ്കിൽ നിനക്ക് എക്സാം എഴുതാം എന്ന് പറഞ്ഞു. എൻ്റെ പപ്പ എന്ന് പറഞ്ഞാൽ ഒരു കൂലിപ്പണിക്കാരനാണ്. പപ്പായിക്ക് 10,000 പോയിട്ട് ഒരു 5,000 പോലും ഓൺ ദ സ്പോട്ടിൽ എടുക്കാൻ ഉണ്ടാവത്തില്ല, അതെനിക്ക് ഉറപ്പായിരുന്നു. പക്ഷേ എന്നാലും ഞാൻ പപ്പാനെ അമ്മേനെ വിളിച്ച് പറഞ്ഞു, പപ്പ എനിക്കൊരു 10,000 രൂപ വേണം, 10,000 ഉണ്ടെങ്കിൽ ഈ സ്പോട്ടിൽ എക്സാം എഴുതിക്കാമെന്നാണ് പറഞ്ഞതെന്ന് പറഞ്ഞു. അങ്ങനെ എവിടുന്നാന്ന് എനിക്കറിയത്തില്ല, ഇന്നും എനിക്കറിയത്തില്ല അത് എവിടുന്നാണ് ഒപ്പിച്ച് തന്നേന്ന്. പെട്ടെന്ന് അവർ എനിക്ക് 10,000 രൂപ ഒപ്പിച്ച് തന്നു. ഞാൻ പെട്ടെന്ന് കൊണ്ടുപോയി അടച്ചു. എക്സാം എഴുതി, ഞാൻ പാസ്സായി, നല്ല മാർക്കോടെ തന്നെ അതും പാസ്സായി. എന്നിട്ട് ഞാനിപ്പോൾ ജർമ്മൻ പഠിക്കുവാണ്. അന്ന് ഉപേക്ഷയാണ് എൻ്റെ മരുന്നൊക്കെ. അന്ന് തൊട്ട് ഞാൻ എൻ്റെ എന്തെങ്കിലും ഇപ്പം കുഞ്ഞസുഖം വരുവാണെങ്കിലും ഉടമ്പടിയിൽ നിന്ന് എനിക്ക് തന്ന ഉപ്പും ഉടമ്പടി തൈലം മാത്രം യൂസ് ചെയ്തിട്ടാണ് ഇപ്പോഴും ഞാൻ ഇങ്ങനെ നിൽക്കുന്നത്. എനിക്ക് അന്ന് തൊട്ട് പ്രത്യേകിച്ച് അങ്ങനെ വലിയ അസുഖങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല. പിന്നെ 10 വർഷത്തോളം എൻ്റെ വീട് പണി പൂർത്തിയാവുന്നില്ലായിരുന്നു. എൻ്റെ പപ്പായും അമ്മയും ഫസ്റ്റ് വന്ന് ഉടമ്പടി എടുത്ത് അവർ ഉടമ്പടി ഉപ്പ് ഇട്ട് അകത്തും പുറത്തും കണ്ടിന്യൂസ് ആയിട്ട് 33 വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അങ്ങനെ പ്രാർത്ഥിച്ചൊരു 3 മാസം കഴിഞ്ഞപ്പോൾ തന്നെ ഇത് കംപ്ലീറ്റ് ആക്കാൻ വേണ്ടി പറ്റി. വീട് പണി പണിതു. പിന്നെ ഞങ്ങൾക്കൊരു സ്ഥലം ഉണ്ടായിരുന്നു, അത് വിറ്റു. അന്നത്തെ വിലയ്ക്ക് നല്ല പൈസ കിട്ടിയിട്ട് തന്നെ അത് വിൽക്കാനും പറ്റി. ചേട്ടന്മാർക്ക്, എനിക്ക് 3 ചേട്ടന്മാരാണ് മൂത്തത്, അവർക്ക് 3 പേർക്കും ജോലിയില്ലായിരുന്നു, പറയത്തക്ക വിധ ജോലികളൊന്നും ഇല്ലായിരുന്നു. പക്ഷേ അതും ഞങ്ങൾ ഉടമ്പടിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ 3 ചേട്ടായിമാർക്ക് ഇപ്പോൾ നല്ലൊരു ജോലിയുണ്ട്. ഒരു ചേട്ടായി കുവൈത്തിൽ പോയി. ബാക്കി 2 പേർക്കാണെങ്കിലും നല്ല അത്യാവശ്യം സാലറിയുള്ള ജോബ് തന്നെയുണ്ട്. ഞാനും ഇപ്പോൾ പഠിച്ച് കംപ്ലീറ്റ് ആക്കാൻ വേണ്ടിയിരിക്കുന്നു. ഞാൻ ജർമ്മൻ ഇപ്പോൾ B2 എക്സാം എഴുതിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ അമ്മയുടെ കൂടെയാണ് ഞാൻ മിക്കപ്പോഴും കാരുണ്യ പ്രവർത്തികളൊക്കെ ചെയ്യാൻ വേണ്ടി പോയിക്കൊണ്ടിരുന്നത്. പിന്നെ അമ്മയും ഞാനും അമ്മയുടെ അനിയത്തിയും ഉണ്ടാവും. ഹോസ്പിറ്റലിലൊക്കെ ഞങ്ങൾ പോയിട്ട് ഇങ്ങനെ, ഞാൻ തന്നെ വലിയൊരു എക്സാമ്പിൾ ആണല്ലോ ഹോസ്പിറ്റലിൽ കിടന്നത്. അപ്പം ഞാൻ പറയും, ഞാൻ ഇത്രയും ഇന്ന പത്രമൊക്കെ വായിച്ച് ഞാൻ ഈ ഉടമ്പടി കാശുരൂപമൊക്കെ വെച്ചാൽ ഞാൻ രക്ഷപ്പെട്ടു പോയേ. അപ്പം എൻ്റെ അത്രയൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്കും അത്യാവശ്യം നല്ല അസുഖം, ഒരു ഹോസ്പിറ്റലിൽ കിടക്കുവാണെങ്കിൽ നമുക്കറിയാലോ നല്ല അസുഖമുള്ളവരൊക്കെ ആയിരിക്കും. അപ്പം ഞാൻ പറഞ്ഞു, എന്നെ തന്നെ എക്സാമ്പിളാക്കി വെച്ചാൽ മതി, നിങ്ങൾ എന്തായാലും രക്ഷപ്പെട്ടു പോകും, എന്തായാലും ഇതൊക്കെ കുറയുമെന്ന് ഞാൻ പറയായിരുന്നു. അങ്ങനെ എൻ്റെ അമ്മയുടെ കയ്യിലൊക്കെ ആണെങ്കിലും ഒത്തിരി പൈസ ഉള്ള വീട്ടിൽ നിന്നൊന്നും അല്ല ഞാൻ വരുന്നത്. പക്ഷേ ഉള്ള പോലെ ഞങ്ങളുടെ കയ്യിൽ എന്താണോ ഉള്ളത്
അത് ആവശ്യമുള്ളവർക്ക് കൊടുക്കും. ഞങ്ങൾ മുള്ളേഴ്സ് ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്ന സമയത്താണെങ്കിലും ആർക്കെങ്കിലും ഞങ്ങളെക്കാളും വയ്യാണ്ടും ഒക്കെയാണല്ലോ എല്ലാവരും വരുന്നത്. അപ്പോൾ അവർക്കാണെങ്കിലും ഞങ്ങളെ കൊണ്ട് പറ്റുന്ന പോലെ ഞങ്ങൾ പൈസയൊക്കെ കൊടുത്ത് സഹായിക്കാറുണ്ട്. പിന്നെ പ്രാർത്ഥിച്ച് തന്നെ പത്രങ്ങൾ വിതരണം ചെയ്യാറുണ്ട്. പിന്നെ ഞങ്ങളുടെ പള്ളിയിൽ ഒരു കൃപാസനം ഗ്രൂപ്പ് ആക്കിയിട്ടുണ്ട്. അതെന്ന് പറയുമ്പം ഇങ്ങനെ ഒട്ടും വയ്യാത്ത ആൾക്കാർക്ക്, ഇല്ലെങ്കിൽ എന്തെങ്കിലും ഇങ്ങനെ സാഹചര്യം കൊണ്ട് വയ്യായ്മ വരുന്നവർക്ക്, ഒട്ടും പറ്റാത്തവർക്കൊക്കെ എന്തെങ്കിലും നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ എല്ലാവരും ആ ഗ്രൂപ്പിൽ ഷെയർ ഇട്ട് പൈസയൊക്കെ കൊടുക്കും. പൈസ ആണെങ്കിൽ പൈസ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ മേടിച്ച് കൊടുക്കുമായിരുന്നു. ഈശോയ്ക്കും മാതാവിനും കോടാനുകോടി നന്ദി ഇത്രയൊക്കെ അനുഗ്രഹങ്ങൾ തന്നതിന്. സങ്കീർത്തനങ്ങൾ 91, 14, 15 തിരുവചനങ്ങൾ. അവൻ സ്നേഹത്തിൽ എന്നോട് ഒട്ടി നിൽക്കുന്നതിനാൽ ഞാൻ അവനെ രക്ഷിക്കും. അവൻ എൻ്റെ നാമം അറിയുന്നത് കൊണ്ട് ഞാൻ അവനെ സംരക്ഷിക്കും. അവൻ എന്നെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഞാൻ ഉത്തരമരുളും. അവൻ്റെ കഷ്ടതയിൽ ഞാൻ അവനോട് ചേർന്ന് നിൽക്കും. ഞാൻ അവനെ മോചിപ്പിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യും. ഈ മകൾ തൻ്റെ ഉടമ്പടി ജീവിതാനുഭവ സാക്ഷ്യമാണ് നമ്മളുടെ മുമ്പിൽ പങ്കുവെച്ചത്. മകൾ പറയുന്നുണ്ട്, അമ്മയുടെ ഉദരത്തിലായിരുന്ന നാൾ മുതൽ രോഗക്ലേശങ്ങളിലൂടെയാണ് മകൾ കടന്നുപോയത്. അതുകൊണ്ട് ജനിച്ചു വീണ നാൾ മുതൽ എന്നും തുരുതുരാ രോഗങ്ങൾ വന്ന ആശുപത്രി വീട് എന്ന രീതിയിൽ ജീവിതം മുന്നോട്ട് പോയതാണ് മകളുടെ ജീവിതമെന്ന്. മകളുടെ മാതാപിതാക്കൾ 2019 അമ്മയുടെ തിരുനടയിൽ വന്ന ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു തുടങ്ങുന്നത്. അതിലൊരു പ്രധാന നിയോഗം മകളുടെ പഠന മേഖലകളും ആരോഗ്യവുമായിരുന്നു. മകൾ അതുകൊണ്ട് തന്നെ മാതാപിതാക്കൾക്കൊപ്പം ഇവിടെ അമ്മ മാതാവിൻ്റെ തിരുനടയിലെത്തി പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. മകൾ സൂചിപ്പിച്ചു, അമ്മയുടെ ഒരു കാര്യമാണ് ഞാൻ ആവശ്യപ്പെട്ടത്, എൻ്റെ രോഗം അതുപോലെ തന്നെ തുടർന്നാലും എൻ്റെ മാതാപിതാക്കൾക്ക് വിഷമങ്ങളാവാതെ എനിക്ക് എൻ്റെ ജീവിതം മുന്നോട്ട് പോകുവാൻ, പഠനം മുന്നോട്ട് പോകുവാൻ എന്നെ സഹായിക്കണമെന്ന്. അമ്മയുടെ കരങ്ങളിൽ മകൾ ജീവിതം കൊടുത്ത് മാതാപിതാക്കളോടൊപ്പം ഉടമ്പടിയിൽ ജീവിച്ചു തുടങ്ങിയ നാൾ മുതൽ മകളെ ഓരോ പ്രതിസന്ധിയിൽ നിന്ന് കരകയറ്റിക്കൊണ്ടിരുന്നു. ഓരോ രോഗാവസ്ഥയിൽ നിന്നും സൗഖ്യം നൽകിക്കൊണ്ടിരുന്നു. 2022 ഉടമ്പടി എടുത്ത് ജീവിക്കുവാൻ മകളെ ശക്തിപ്പെടുത്തുകയും ചെയ്തു. അമ്മയിൽ ശരണപ്പെട്ടുകൊണ്ട് മാത്രം ജീവിതത്തെ ഏൽപ്പിക്കുന്നു. എനിക്ക് ആരോഗ്യമില്ല, പഠിക്കുവാൻ പോലും സമയമില്ല, എന്നെ കോളേജിലും എന്നെ പലതരത്തിൽ എനിക്ക് വിഷമങ്ങൾ ഉണ്ടാവുന്നുണ്ട്. എങ്കിൽ ഈ പ്രയാസങ്ങളെ തരണം ചെയ്യുവാൻ, ഈ ഭാരങ്ങളൊക്കെ ഏറ്റെടുത്ത് 0- മെറിറ്റിലേക്ക് എൻ്റെ പഠന മേഖലകൾ മാറുമ്പോൾ അവിടെ കൃപയാൽ, ദൈവകൃപയാൽ എന്നെ സഹായിക്കുന്നതിന് അമ്മ മാതാവ് എപ്പോഴും എനിക്ക് കൂടെ ഉണ്ടായിരുന്നു. മകളുടെ പ്രധാന സാക്ഷ്യം അത് തന്നെയാണ്. അതിനോട് ചേർത്ത് മകൾ പറയുന്നുണ്ട്, 2022 മുതൽ പിന്നീടുള്ള നാളുകളിൽ മകൾ ഏതാണ്ട് മരുന്നുകൾ ഉപേക്ഷിക്കുന്നതിനെക്കുറിച്ച്. ഉടമ്പടി എടുത്തതിന് ശേഷം മരുന്നുകൾ ഉപേക്ഷിച്ചിട്ട് ഉടമ്പടി നേർച്ച വസ്തുക്കൾ, ഉടമ്പടി തൈലവും ഉടമ്പടി ഉപ്പും സവിശേഷമാംവിധം തനിക്ക് അമ്മ മാതാവിലൂടെ ലഭിച്ച ഔഷധമായി കണ്ടുകൊണ്ട് അതാണിപ്പോൾ ഉപയോഗിക്കുക. അതിലൂടെ മകൾ ആരോഗ്യത്തിൽ മുന്നോട്ട് പോകുന്നു. അതിൽ മകൾ അമ്മ മാതാവിൽ പൂർണ്ണമായി തൃപ്തിപ്പെട്ടുകൊണ്ട് അമ്മ മാതാവ് ആരോഗ്യം കാത്തുകൊള്ളുമെന്ന് അമ്മയുടെ കരങ്ങളിൽ ജീവിതം കൊടുത്തുകൊണ്ട് സന്തോഷത്തോടെ മുന്നേറുന്നതിനെയാണ് സാക്ഷ്യപ്പെടുത്തിയത്. പ്രിയമുള്ളവരെ, ഇത് ഒരു കഴിവിനപ്പുറം ദൈവകൃപയാൽ നഴ്സിംഗ് പഠനം വിജയിച്ചതിൻ്റെ സാക്ഷ്യമാണ്. ഏറെ ഭാരങ്ങളും പ്രതിസന്ധികളും ദുഃഖങ്ങളും ഉണ്ടായിരുന്നൊരു ജീവിതത്തിൽ ആ ഭാരങ്ങളൊക്കെ കുറച്ച് ലൈറ്റ് വെയ്റ്റാക്കി നമ്മുടെ ഭാരങ്ങൾ ഏറ്റെടുത്ത് നമുക്ക് അമ്മയുടെ കരതാരിൽ മകളെ സംരക്ഷിച്ച് പഠനം പൂർത്തീകരിച്ചതിൻ്റെ സാക്ഷ്യമാണ്. അതോടൊപ്പം തന്നെ എല്ലാ രോഗങ്ങളെയും സൗഖ്യപ്പെടുത്തുന്ന ഈശോയുടെ സാന്നിധ്യവും കരസ്പർശനവും മകൾക്ക് ലഭിക്കുകയും സൗഖ്യാഭിഷേകം ലഭിച്ചതിൻ്റെ സാക്ഷ്യമാണ്. ഈ മകൾക്ക് ലഭിച്ച ഈ അനുഗ്രഹങ്ങളെയും നന്മകളെയും അമ്മ മാതാവിൻ്റെ കരങ്ങളിൽ നന്ദിയോടെ ഏൽപ്പിച്ചുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.